ഹലോ ഫ്രണ്ട്സ്, ചെമ്മനപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവരും സ്വാഗതം ചെയ്തു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ ലാസ്റ്റായിട്ട് കാണുന്ന ചന്ദ്രമതി ലക്ഷ്മിയെയും ദേവുവിനെയും രേവതിയിലെ ആട്ടി ഓടിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. ആ സിറ്റുവേഷനിൽ അവസാനമായിട്ട് പറയുന്നത്, ഇനി ഈ കേസിൽ നിന്ന് പിന്മാറണമെന്നുണ്ടെങ്കിൽ സച്ചിൻ രേവതി ആ വീട് വിട്ട് പോകണം എന്നുള്ള രീതി പറയണം. അപ്പം ഇന്നത്തെ സീൻ കാണിക്കുന്നത് ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്, ചന്ദ്രമതി നീ ഒരു കാര്യം ഓർത്തോ, എന്ത് കേസ് വന്നു പറഞ്ഞാൽ എൻ്റെ മകൻ ജയിലിൽ കിടക്കേണ്ടി വന്നെന്ന് പറഞ്ഞാൽ പോലും രേവതി മോളും സച്ചി മോനും ആ വീട്ടിൽ നിന്ന് ഇറങ്ങത്തില്ല. അത് നിന്റെ ആഗ്രഹം, നിന്റെ വെറും ആഗ്രഹം തന്നെ ആയിരിക്കും എന്ന് പറയാം. അതുപോലെ അത് കാണാമെന്ന് പറയും. ചന്ദ്രമതി അത് കാണാമെന്ന് പറയാം. അപ്പോഴത്തെ രേവതി പറയാം, അമ്മയെ ഒരു കാര്യം ഓർത്തോണം, അമ്മയുടെ ഒരു ഇതാഗ്രഹമല്ലോ സ്വപ്നമായിരിക്കും ഞങ്ങളെ അവിടെ നടക്കുക എന്നുള്ളത്. പക്ഷെ ആ സ്വപ്നം നടക്കാൻ പോകത്തില്ല. ജീവിതത്തിൽ ഞാനും സച്ചിയേട്ടനും പിരിഞ്ഞിരിക്കാനോ അല്ലെങ്കിൽ മാറി നിൽക്കാനോ ഒരു സാഹചര്യം ഉണ്ടാകത്തില്ല. അത്ര രീതിയിൽ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുകയും ചെയ്യും. ഞാൻ എൻ്റെ അനിയനെ ഇറക്കിക്കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾക്ക് അറിയുകയും ചെയ്യാമെന്ന് പറയും. അവിടെ അടുത്ത ചാൻസ് നമ്മുടെ ദൈവനുണ്ട്. ദൈവം പറയുന്നുണ്ട്, നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ദൈവം ഞങ്ങൾക്ക് ഒരു അവസരം തരും. ഈ അവസരം ഞങ്ങൾ തക്ക രീതിയിൽ ഞങ്ങൾ വിനിയോഗിക്കുകയും ചെയ്യും. കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളും ഇതുപോലൊരു സാഹചര്യം നിർണായകമായിട്ടുള്ള ഏതെങ്കിലും വിഷമഘട്ടത്തിൽ നിങ്ങൾ നിൽക്കുമ്പോഴത്തേക്ക് ഇന്നില്ല നാളെ ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ട രീതി ഞങ്ങൾ ചോദിക്കാൻ വേണ്ടി ദൈവം ഞങ്ങൾക്ക് ഒരു അവസരം ഒരുക്കി തരുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് കാണാമെന്ന് പറയും. കാണാനൊന്നുമില്ല, അല്ലെങ്കിലും ഇറങ്ങിപ്പൊടി എന്ന് ചന്ദ്രമതി പറയണം. അപ്പം അല്ലെങ്കിൽ നിങ്ങളുടെ ഒക്കെ ഇവിടെ താമസിക്കാനൊന്നും വന്നൊന്നുമില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ മനുഷ്യന്മാർ താമസിക്കുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ചന്ദ്രമതി പെട്ടെന്ന് രോഷാകുലനായിട്ട് പറയുവാണ്, എടി അങ്ങനെ വിളിക്കുകയാണ്. ഉടനെ പിന്നൊന്നും മിണ്ടാതെ പോവാണ്. എന്നിട്ട് മാറി നിന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, മോളെ രേവതി മോളെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ആയിട്ടുണ്ടല്ലോ എന്ന് പറയും. ഒന്നും കുഴപ്പമില്ല അമ്മേ, കരഞ്ഞുകൊണ്ട് തന്നെ പറയും, ഒന്നും കുഴപ്പമില്ല, നമ്മൾ ഇതിൻ്റെ അകത്ത് വേറെ വിഷയമൊന്നും നടക്കുന്നില്ല, സച്ചിയേട്ടൻ എങ്ങനെയും ശരത്തിനെ ഇറക്കിക്കൊണ്ട് വരും, അതുകൊണ്ട് പേടിക്കേണ്ട അമ്മ എന്ന് പറയുകയാണ്. ശരിയെന്ന് പറഞ്ഞ് സച്ചി രേവതിയും ഇവരെല്ലാം പോവാണ്. അടുത്ത് കാണിക്കുന്നത് നമ്മുടെ സച്ചി ഫിനാൻസാറിൻ്റെ മുമ്പ് പറഞ്ഞു, സാറേ എനിക്ക് ഒരു 5 ലക്ഷം രൂപ ആവശ്യമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അത്രമായിട്ട് അത്യാവശ്യമാണെന്ന് പറയുമ്പോഴത്തേക്ക് എന്തിൻ്റെ ഓൾറെഡി ഫിനാൻസുകാരൻ പറയും, ഓൾറെഡി നിനക്ക് ഇതിൻ്റെ മേലെ ഫിനാൻസ് തന്നിട്ടുണ്ട്, അപ്പോൾ ആ ഫണ്ട് അടിച്ചുകൊണ്ടിരിക്കുമല്ലേ എന്ന് പറയുമ്പോൾ, സാർ എന്നാലും എനിക്കൊരു 5 ലക്ഷം രൂപ ആവശ്യമുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് എന്തിൻ്റെ ബേസിലാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ബേസിൽ തന്നെ, ഈ വണ്ടി പണയം വെച്ചിട്ട് തന്നെ എന്ന് പറയുമ്പോൾ, അപ്പം ഇതിന് മാക്സിമം 1.5 ലക്ഷം തരാൻ പറ്റും സച്ചി, അതിൽ കൂടുതലൊന്നും തരാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോഴത്തേക്ക്, സാർ അതല്ല മാക്സിമം അതിൽ കൂടുതൽ 5 ലക്ഷം തരാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക്, ഇല്ല ഒന്നുമില്ല തരാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക്, സാർ റൗണ്ട് ചെയ്തൊരു 2 ലക്ഷം വരെ, റൗണ്ടിങ് ഒന്നുമില്ല, ഇതൊരു ബിസിനസ്സാണ് സച്ചി, ഈ ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ക്യാഷ് തരിക തിരിച്ചെടുക്കുക എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് കൂടുതലായിട്ട് നിങ്ങൾക്ക് ക്യാഷ് തന്നിട്ട് എനിക്ക് പുണ്യമൊന്നും കിട്ടത്തില്ല, നിങ്ങൾക്ക് ക്യാഷ് വേണമെന്നുണ്ടെങ്കിൽ 1.5 ലക്ഷം തരാം, ഇല്ലയെന്നുണ്ടെങ്കിൽ എന്നെ സാർ എന്നെ ഓർത്തിട്ടെങ്കിലും ക്യാഷ് തരത്തില്ല എന്ന് ചോദിക്കുമ്പോഴത്തേക്ക്, ഞാൻ പേയ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നില്ല, എല്ലാ മാസവും ക്യാഷ് അടച്ചുകൊണ്ടിരിക്കുന്നില്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയും, നീ ക്യാഷ് അടയ്ക്കുന്നതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നിനക്ക് ക്യാഷ് തരുന്നതിന് ബുദ്ധിമുട്ടില്ല, പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്, ആ ലിമിറ്റിൽ കൂടുതൽ എനിക്ക് തരാൻ പറ്റത്തില്ല എന്ന് പറയുകയാണ്. അടുത്ത സീൻ കാണിക്കുന്നത് രേവതിയും അമ്മയാണ്. അപ്പം ലക്ഷ്മി വന്നിട്ട് ഒരു പേപ്പറിനകത്ത് കുറച്ച് പൊതിഞ്ഞിട്ട് കുറച്ച് ക്യാഷ് കൊടുക്കും. എന്നിട്ട് പറയും, രേവതി മോളെ ഈ ക്യാഷ് വെച്ചോ എന്ന് പറയുമ്പോഴത്തേക്ക് പറയും, എന്തിനാ അമ്മ ഈ ക്യാഷൊക്കെ, എന്തിനാ അമ്മ ഈ ഇത്രയും കഷ്ടപ്പാടിൻ്റെ ഇടയ്ക്ക് ഈ ക്യാഷൊക്കെ അറേഞ്ച് ചെയ്യുന്നത്, അതല്ലേ മോളെ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ശരത്തിനെ ഇറക്കാൻ വേണ്ടി 5 ലക്ഷം രൂപ ആവശ്യം വരുന്നില്ല, അത് ഇറക്കാൻ വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമല്ലേ, അപ്പം ഞങ്ങളും ഞങ്ങളുടേതായിട്ട് രീതിയിൽ എന്തെങ്കിലും ചെയ്തില്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇറക്കേണ്ടി വരുന്നത്, അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവൻ ഇറക്കാൻ പറ്റത്തില്ലെന്ന് അത് സച്ചിയായിട്ട് എന്തെങ്കിലും മാർഗ്ഗം കാണുമെന്ന് പറയുമ്പോഴത്തേക്ക്, അത് ഞാൻ മേടിക്കത്തില്ലെന്ന് പറയുമ്പോഴത്തേക്ക്, ഇല്ല മേടിച്ചേ പറ്റൂ എന്ന് പറയുമ്പോഴത്തേക്ക് സച്ചിയായിട്ട് സമ്മതിക്കത്തില്ലെന്ന് പറയുവാണ് രേവതി. അപ്പോൾ തന്നെ ലക്ഷ്മി ഫോൺ എടുത്ത് വിളിക്കാം, മോനെ എവിടെയാണ് മോനെന്ന് ചോദിക്കുമ്പോഴത്തേക്കും, അമ്മ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കാം, അവൻ ഇങ്ങോട്ട് വരാമെന്ന് ചോദിക്കും. അപ്പോൾ ശരി ഞാൻ രേവതിയും കൂട്ടിക്കൊണ്ട്, ഇല്ല രേവതി മോൾ ഇവിടെ ഉണ്ട്, മോൻ ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയും. ശരി അമ്മയെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും രേവതിയെ കാണുന്നത് സച്ചി ചോദിക്കുന്നുണ്ട്, രേവതി എന്താ വിളിച്ചേ, കാര്യങ്ങൾ എന്തെന്ന് അത് അമ്മ പറയും സച്ചി ഏട്ടാന്ന് പറയുമ്പോഴത്തേക്ക്, അപ്പോൾ അമ്മ അതിൻ്റെ അത് പൊതിഞ്ഞുകൊണ്ട് വരുവാണ്, പേപ്പറിൻ്റെ അത് ഇങ്ങനെ പൊതിഞ്ഞുകൊണ്ട്, മോനെ ഈ ക്യാഷ് പിടിക്കണം എന്ന് പറയുമ്പോഴത്തേക്ക്, എന്താ അമ്മ ഇതെന്താ, ഞാൻ അമ്മയുടെ ക്യാഷൊന്നും ചോദിച്ചിട്ടില്ലോ, അല്ല മോനെ നിങ്ങൾ രണ്ടും ശരത് മോനെ ഇറക്കാൻ വേണ്ടി ക്യാഷ് തേടി നടക്കുമല്ലേ, എന്താണ് ഈ ക്യാഷ് കയറി ഇരിക്കട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ പറയുകയാണ്, അതിൻ്റെ ആവശ്യമില്ല അമ്മയുടെ, അമ്മ ഒന്നാമത് അമ്മയുടെ ഇവിടുത്തെ കഷ്ടപ്പാടിൻ്റെ ഇടയ്ക്ക് അമ്മ എന്തിനാ ക്യാഷൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ ഇത് എവിടെ നിന്ന് റെഡിയാക്കിയെന്ന് ചോദിച്ചു. ഇല്ലമ്മേ, ഇല്ല മോനെ, എൻ്റെ കുറേ ശമ്പള കാശുണ്ടായിരുന്നു, എൻ്റെ ദൈവത്തിൻ്റെ കുറേ ശമ്പള കാശൊക്കെ ഉണ്ടായിരുന്നു, അതുകൂടാതെ കുറച്ച് സ്വർണ്ണം ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, ആ സ്വർണ്ണമൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ ഇത് പണയം വെച്ച് ക്യാഷ് ആക്കി തരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക്, അമ്മ ഇതിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടോ, ഞാൻ ഇവിടുത്തെ മരുമാനായിട്ടിരിക്കുക, അപ്പോൾ അച്ഛനില്ലാത്ത സ്ഥാനത്ത് നിന്ന് ഞാൻ നോക്കേണ്ട ഒരു ചുമതല എനിക്കുണ്ട്, അപ്പം അമ്മ ഇതിൻ്റെ പുറകെ നടക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുക. അതല്ല മോൻ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുന്ന കാണുമ്പോഴേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് എന്ന് പറയാം. ഇല്ലമ്മ ഈ ക്യാഷിന് മേടിക്കത്തില്ലെന്ന് പറയുമ്പോഴത്തേക്ക്, മോനെ മേടിച്ചേ പറ്റൂ, കാരണം കഴിഞ്ഞാൽ
ശരത് മോനെ ഇറക്കണ്ടേ, മാത്രമല്ല ഇത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, ഞാൻ കാണുന്നുണ്ട് മോൻ ഇതിൻ്റെ അകത്ത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് അപ്പം ശരത്ത് സച്ചി ക്യാഷ് മേടിക്കണം. ക്യാഷ് മേടിച്ചിട്ട് അമ്മ ഇതിൻ്റെ ഈ വീട്ടിലെ മരുമോൻ ഞാനാണെന്നുണ്ടെങ്കിൽ അപ്പൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാനിത് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അവനെ ഇറക്കിക്കൊണ്ട് വരും, ഒരു കുഴപ്പമില്ല ഇറക്കിക്കൊണ്ട് വരും. മാത്രമല്ല ഈ ക്യാഷ് ഒന്നൊന്നര ആഴ്ചയ്ക്കുള്ളിൽ ഞാൻ അമ്മയ്ക്ക് തിരിച്ച് തരുകയും ചെയ്യുന്നത്. അല്ല അതൊന്നും വേണ്ട മോനെ എന്ന് പറയാം. അതല്ല അമ്മ, എനിക്ക് ക്യാഷ് തിരിച്ച് തന്നില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു മനസ്സമാധാനം ഉണ്ടാകത്തില്ല എന്ന് പറയുകയാണ്. അങ്ങനെ ഒരു ഭയങ്കര സെൻറ്റിമെൻറ്റ്. അങ്ങനെ ലക്ഷ്മിയെ ആശ്വസിപ്പിച്ച് ഇറങ്ങുവാണ് രണ്ടുപേരും. അമ്മ ഇനി കേസൊന്നും ഉണ്ടാകത്തില്ല, കേസെല്ലാം തേച്ച് മായ്ച്ച് കളഞ്ഞേക്കാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടിറങ്ങുന്നത്. അടുത്ത സീൻ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രോദയമാണ്. ചന്ദ്രോദയത്തിൽ ഇവർ രണ്ടും ക്യാഷ് എണ്ണിക്കൊണ്ടിരിക്കുക. അപ്പം ചോദിക്കുന്നുണ്ട്, സച്ചി ചോദിക്കുന്നുണ്ട്, എത്ര രൂപയായി ഇത്ര നേരമായിട്ട് നമ്മൾ നോക്കിയിട്ട് എത്ര രൂപ എന്ന് നോക്കുമ്പോഴത്തേക്ക്, ചേട്ടാ ഇതെല്ലാം കൂട്ടിയിട്ട് ഒരു 4,70,000 രൂപ ഉണ്ട് എന്ന് പറയാം. അപ്പോൾ ഇനിയും ക്യാഷ് വേണ്ടി വരുമല്ലോ, ഇനിയിപ്പോൾ ആർക്കും ചോദിക്കാനും ഇല്ല, ഇനിയിപ്പോൾ എങ്ങനെ ക്യാഷ് ബാക്കിയുള്ളത് ഒപ്പിക്കുമെന്ന് നോക്കുമ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ എൻ്റെ വണ്ടി വിറ്റാലോ എന്ന് പറഞ്ഞു. അപ്പം സച്ചി പറയുന്നുണ്ട്, ദേഷ്യപ്പെട്ടുകൊണ്ട് പറയാം, നീ അങ്ങനെ പറയുന്നത് എന്തിനാ, കാരണം നിൻ്റെ വണ്ടി വിൽക്കുകയാണെന്ന് പിന്നെ എൻ്റെ വണ്ടി വിൽക്കത്തില്ലേ, അതിപ്പോൾ അതല്ലല്ലോ, ഇപ്പം നിൻ്റെ വണ്ടി വിറ്റ് കഴിഞ്ഞ് നീ എങ്ങനെ ബിസിനസ് ചെയ്യും, നമുക്ക് ഈ കടമെല്ലാം തിരിച്ചടയ്ക്കേണ്ടതല്ലേ, അതുപോലെ 2 വണ്ടി വിറ്റിട്ട് കാര്യമില്ല, പക്ഷേ ഇങ്ങനെയല്ല നമ്മൾ ക്യാഷ് ഉണ്ടാക്കിയേ പറ്റുമോ എന്ന് പറയുമ്പോഴത്തേക്ക് രേവതി ഇരുന്ന് കരയുവാണ്. രേവതി ഇരുന്ന് കരയുമ്പോഴത്തേക്ക് അവിടെ രവീന്ദ്രൻ വരുവാണ്. രവീന്ദ്രൻ വരുമ്പോഴത്തേക്ക് സച്ചി പറയും, കണ്ണുടങ്ങി അച്ഛൻ വരുന്നെന്ന് പറയും. അപ്പം അച്ഛൻ വന്നിട്ട് ചോദിക്കുക, എന്നാണ്ട് മോനെ വിശേഷം എന്നൊക്കെ അറിയുക. ഇല്ല അച്ഛാ, അവരൊന്ന് ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കാന്ന് പറയാം. ശരി എന്ന് പറഞ്ഞിട്ട് അരക്കട്ടിയിൽ നിന്ന് കുറച്ച് ക്യാഷ് എടുക്കണം. ക്യാഷ് എടുത്തിട്ട് കൊടുത്തിട്ട് പറയാം, മോനെ ഈ ക്യാഷ് ഇരിക്കട്ടെ തന്നെ. എന്തിനാ ഈ ക്യാഷ് എന്ന് പറയുമ്പോഴത്തേക്ക് പറയാം, മോനെ ഇരിക്കട്ടെ, നീ കുറച്ച് ക്യാഷിന് വേണ്ടിയൊക്കെ ഓടി നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു, അത് അപ്പോൾ കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല, നീ അത് വെച്ചോന്ന് പറയുമ്പോഴത്തേക്ക് അച്ഛാ വേണ്ട അച്ഛാ എന്ന് പറയുമ്പോഴത്തേക്ക്, എടാ ഞാനല്ലേ തരുന്നേ, നിനക്കിപ്പോൾ എന്താ കുഴപ്പം, നീ മേടിക്ക്. അപ്പം വേണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് അടുത്ത രീതിയിൽ രവീന്ദ്രൻ പറയുവാണ്, പണ്ടൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് മക്കളറിയാതിരിക്കാൻ വേണ്ടി അച്ഛനായ ഞാൻ കഷ്ടപ്പാടെല്ലാം മറച്ചു വെക്കുമായിരുന്നു. ഇപ്പം വളർന്നു വന്നു കഴിയുമ്പോഴത്തേക്ക് ഞാൻ അറിയാണ്ടിരിക്കാൻ വേണ്ടി നിൻ്റെ കഷ്ടപ്പാട് എന്നെ മറച്ചു വെക്കുകയാണോടാ ചോദിക്കണം. എൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, ഇല്ലച്ചാ കുഴപ്പമൊന്നുമില്ലെന്ന് പറയാം. എന്താണ്ട് ഈ ക്യാഷ് വെച്ചോ, നിനക്ക് കാശിന് ആവശ്യമുണ്ട്, എങ്ങനെയും അവനെ ഇറക്കിയേ പറ്റൂ, കാരണം ഞാൻ ചെയ്ത തെറ്റാണ്, പക്ഷെ അതിനനുസരിച്ച് ഇപ്പം 5 ലക്ഷം കൊടുത്താലാണ് അതിനെ ശിക്ഷിക്കാൻ ഇളവ് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ശിക്ഷയിൽ നിന്ന് മാറാൻ പറ്റത്തുള്ളൂ എന്ന് വെച്ചാൽ അങ്ങനെ കൊടുക്കണം, തന്നെ കൊടുത്ത് ഇറങ്ങണം എന്നുള്ള രീതി പറയണം. ശരി അച്ഛാന്ന് പറഞ്ഞ് മേടിച്ചിട്ട് രവീന്ദ്രൻ തിരിച്ച് പോകാൻ നിൽക്കുമ്പോഴത്തേക്ക് രേവതി എന്നിട്ട് അച്ഛാന്ന് വിളിച്ചിട്ട് കൈ കൂപ്പി പറയുക, അച്ഛാ വളരെ ഉപകാരം. അതായത് ഭയങ്കര ഒരു വിഷമം ഘട്ടത്തിൻ്റെ നിൽക്കുന്നൊരു സ്റ്റേജാണ്. കാരണം ആർക്കാണെങ്കിലും ആ സീൻ നിങ്ങൾ ഓരോരുത്തരും കാണുമ്പോഴത്തേക്ക് കണ്ണ് നിറഞ്ഞു പോകും. എൻ്റെ തന്നെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അച്ഛൻ വളരെ ഉപകാരം അച്ഛൻ ചെയ്തു, ഈ കാര്യത്തിന് എന്നെ എങ്ങനെ നന്ദി പറഞ്ഞാൽ മതിയാവുമെന്ന് എനിക്കറിയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും, മോളെ എന്തിനാ ഇതൊക്കെ പറയുന്നത്, മോളെ ആ കുടുംബം എൻ്റെ ഒരു കുടുംബം പോലെയല്ലേ, എൻ്റെ കുടുംബം തന്നെയല്ലേ, കാരണം അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് സഹായിച്ചതിൽ ഇപ്പം എന്താ തെറ്റിയിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ശരി അച്ഛാന്ന് പറയുമ്പോഴത്തേക്ക്, എന്നിട്ട് രവീന്ദ്രൻ സച്ചിയോട് നോക്കി പറയുകയാണ്, മോനെ ജീവിതത്തിൽ തളരരുത്, പ്രശ്നങ്ങളെല്ലാം ഒരുപാട് പ്രശ്നങ്ങളെല്ലാം കയറി വരുമ്പോഴത്തേക്ക് അതിനെ പിടിച്ച് നിൽക്കാനും അതിനെ തരണം ചെയ്യാനും അതിനെ ഫേസ് ചെയ്യാനുള്ളൊരു മനസ്സ് നമ്മൾ കാണിച്ചാൽ മാത്രം മതി എന്ന് പറയാം. ഇപ്പം തന്നെ കണ്ടില്ലേ, നീ എത്ര പേര് വന്നെന്ന് പറഞ്ഞാൽ എതിർത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നീ, പക്ഷേ നിൻ്റെ മനസ്സ് നൊന്തപ്പോഴത്തേക്ക് നിനക്ക് പനി പിടിച്ചൊരവസ്ഥ, നിൻ്റെ കണ്ണ് നിറയുന്നു, നിൻ്റെ മനസ്സ് നിറയുന്നു, എല്ലാം കൊണ്ടും കലങ്ങിയൊരവസ്ഥ, അത് മാറണോടാ മോനെ. കാരണം എൻ്റെ ഈ പ്രായത്തിൽ ഞാൻ എൻ്റെ മക്കൾ വിഷമിച്ചിരിക്കുന്ന കാണുമ്പോഴത്തേക്ക് എനിക്ക് സഹിക്കുന്നില്ല മക്കളെ, നിനക്കത് നിൻ്റെ വേദന എന്ന് പറയുമ്പോഴത്തേക്ക്, കാരണം അപ്പൻ എങ്ങനെ നോക്കി നിൽക്കാൻ പറ്റും എന്നെ കൊണ്ട് എന്ന് പറയണ ഉടനെ, ഇല്ലച്ചാ ഞാൻ കുഴപ്പമില്ല, എന്താ കുഴപ്പമുണ്ടായാലും ഇല്ലെങ്കിൽ ഒരു കാര്യം പറയാം, എനിക്ക് പ്രായമായിക്കൊണ്ടിരിക്കുക, പണ്ടത്തെ പോലെ എനിക്ക് ഇതെല്ലാം പിടിച്ചു നിൽക്കാനുള്ള ശേഷിയില്ല മക്കളെ, അതുകൊണ്ട് മാക്സിമം സന്തോഷം അനുഭവിക്കണം, പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെന്ന് പറഞ്ഞാൽ അത് ഫേസ് ചെയ്ത് അത് പെട്ടെന്ന് സോൾവ് ആക്കി മുമ്പോട്ട് പോകണം. ഒരു രീതിയിൽ നമ്മൾ താന്ന് നിൽക്കാൻ പാടില്ല, ഒരു രീതിയിൽ നമ്മൾ തളർന്ന് നിൽക്കാൻ പാടില്ല. ദയവ് ചെയ്ത് എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ശരത്തിനെ ഇറക്കിക്കൊണ്ട് വന്ന് പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്ക് സച്ചി സ്വന്തം അച്ഛനെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പം രവീന്ദ്രൻ കെട്ടിപ്പിടിക്കുമ്പോഴത്തേക്ക് രേവതി വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. രണ്ടുപേരെ കൈകൊണ്ട് ഇങ്ങനെ മാറോട് അടച്ചു വെച്ചിട്ട് ഒരു വല്ലാത്തൊരു സീനാണ്. കാരണം രണ്ടുപേരും ആശ്വസിപ്പിക്കുന്ന ഒരു സീനാണ് നമ്മളോട് കാണുന്നത്. അടുത്ത ദിവസം കാണുന്നത് നമ്മുടെ വക്കീലിൻ്റെ അടുത്ത് സച്ചിൻ രേവതി ചെന്നു. എന്നിട്ട് പറയാം, സാർ ക്യാഷ് തന്നെ റെഡി ആയിട്ടുള്ളതുകൊണ്ട് എങ്ങനെയും എൻ്റെ അനിയനെ ഇറക്കണമെന്ന് രേവതി പറയണം. ഒന്നും പേടിക്കണ്ട, നിങ്ങൾ ക്യാഷ് തന്നോ,
കേസ് ഇല്ല എന്ന് തന്നെ കരുതിക്കോളം പറയാം. സാർ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ മനസ്സിലായി. രേവതി ചന്ദ്രമതി തന്നെ കേസ് പിൻവലിക്കുമെന്ന് പറയാം. അതെങ്ങനെയാണ് സാറ് നടക്കുന്നത്? അമ്മയെ സച്ചിയുടെ അമ്മയെ സാറിന് അറിയാഞ്ഞിട്ടാണ്. അമ്മ ഒരിക്കലും സമ്മതിക്കത്തില്ല. ഞങ്ങൾ പറഞ്ഞിട്ടോ അച്ഛൻ പോയി പറഞ്ഞിട്ടോ ഒന്നും സമ്മതിക്കാത്ത അമ്മ. പിന്നെ ഇനിയിപ്പോൾ സാറ് പറഞ്ഞിട്ട് കേൾക്കുമെന്ന് അറിയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കാരെ നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും പേടിക്കേണ്ട. നിങ്ങൾ നിങ്ങളുടെ രീതി പൊക്കോ. കേസില്ല തീർന്നു മാത്രം നിങ്ങൾ കരുതിയാൽ മതി. മാത്രമല്ല ഇതിന് കുറേ ട്രിക്കുകളുണ്ട്. ആ ട്രിക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ചന്ദ്രമതിയല്ല വേറെ ആരാണെങ്കിൽ പോലും ആ കേസിൽ നിന്ന് പിൻവലിയും. ഞാനാ പറയാം, നിങ്ങൾ ക്യാഷ് തന്നല്ലോ, ബാക്കി കാര്യമൊന്നും നോക്കണ്ട, നിങ്ങൾ പൊക്കോ, ധൈര്യമായിട്ട് പൊക്കോളൂ എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ ഉപകാരം സാർ, എങ്ങനെയും കേസിൽ നിന്ന് ഒഴിവാക്കണം, അവനെ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് അവരിറങ്ങുവാണ്. ശരിയെന്ന് പറയണം. അപ്പോൾ തന്നെ ഉമസ്തനെ വിളിക്കും. തന്നോടൊരു കാര്യം അന്വേഷിക്കാൻ പറഞ്ഞില്ലേ, ആ ചന്ദ്രമതി എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ എങ്ങനെയുള്ള ആളാ എങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് പറയും, സാർ അവർ ഒരു മണി മൈൻഡഡ് ആയിട്ടുള്ള ആളാണ്, അതുകൊണ്ട് നമുക്ക് ആ രീതിയിലൊന്ന് മുട്ടിക്കഴിഞ്ഞാൽ കിട്ടുമെന്ന് പറയണം. അത് കഴിഞ്ഞുകൊണ്ട് അടുത്ത കാണിക്കുന്നത് ബാമയുടെ വീട്ടിൽ വന്നിട്ട് ചോദിക്കും, ഇവിടെ ബാമ അല്ല ചന്ദ്രമതി മേഡം ഉണ്ടോ ചോദിക്കും. ആ ഉണ്ടെന്ന് പറയും. അപ്പോൾ ബാമ കഥ തുറന്നിട്ടാണ് പറയുന്നത് ഉണ്ടെന്ന് പറയും. അപ്പോൾ ചന്ദ്രമതി തന്നെ അന്വേഷിക്കുന്നു പറയും. അങ്ങനെ വന്ന് ചന്ദ്രമതി ചോദിക്കും, ആരാന്ന് ചോദിക്കും, ഞങ്ങൾ ചന്ദ്രമതിയെ കാണാൻ വന്നു, മേഡത്തിനെ കാണാൻ വേണ്ടി വന്നാന്ന് പറയും. അപ്പോൾ അകത്തിരിക്കാൻ പറഞ്ഞാൽ അകത്ത് കയറി അത് കയറി വന്നിട്ട് പറയും, എന്താ സാർ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങൾ നിങ്ങളുടെ മരുമകളുടെ വക്കീലാന്ന് പറയണം. മരുമകളുടെ നിങ്ങളുടെ വർഷയുടെ വക്കീലാണെന്ന് പറയാം. അല്ല വർഷയുടെ അല്ല, അത് രേവതിയിലെന്ന്. ഓ അവളുടെയോ, അവൾ എൻ്റെ മരുമകളൊന്നും അല്ല എന്ന് പറയുമ്പോഴേ വളരെ വക്കീൽ പറയാം, നിങ്ങളുടെ കുടുംബ വിഷയത്തിൽ നിങ്ങൾ എന്തെങ്കിലും കാണുമായിരിക്കും, അതിവിടെ എടുക്കരുത്. സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ വന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ശരത്തിനെതിരെ കൊടുത്ത കേസ് പിൻവലിക്കണം. ആ കേസ് പിൻവലിച്ച് കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെടുത്തില്ല, അവൻ്റെ ഭാവി രക്ഷപ്പെടുത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പിൻവലിക്കുന്നുണ്ട്. എന്താണ് എനിക്ക് പ്രയോജനമുള്ളത്? ഒരു പ്രയോജനമില്ല. മാത്രമല്ല കാരണം അവൻ കട്ടത എൻ്റെ ഇതിനു മുമ്പേ ബൈക്ക് മോഷ്ടിച്ച് അന്ന് എൻ്റെ വീട്ടിൽ പുണ്യാളൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കെട്ടിയവൻ ആള് അദ്ദേഹം പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അവനെ അന്ന് വിട്ടത്. അല്ലെങ്കിൽ അന്നേ അവൻ ശിക്ഷ അനുഭവിച്ച. ഈ രണ്ടാമത് എന്നെ തള്ളിയിട്ട് ഞാൻ ചാകേണ്ടതായിരുന്നു. ഇപ്പോഴും എൻ്റെ 1 ലക്ഷം രൂപ മോഷ്ടിച്ച് അതിനും രക്ഷപ്പെടാൻ പറ്റുമോ? ഞാൻ സമ്മതിക്കത്തില്ല, ഞാൻ അവനെ സമ്മതിപ്പിക്കത്തില്ല. അവനെ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തും, പിന്നെ ഉറപ്പായിട്ടും അവന് ശിക്ഷ മേടിച്ച് കൊടുക്കും സാറെന്ന് പറയുമ്പോഴത്തേക്ക് പറയാം, നിങ്ങളതിന് ഒരു കാര്യം പറ്റും, നിങ്ങൾ ഈ കേസ് കൊടുത്തു കഴിഞ്ഞാൽ കേസ് വാലിഡ് ആകത്തില്ല. കാരണം അവൻ്റെ ഒന്നാമത്തെ കാര്യം കോടതി പരിഗണിക്കുന്നപ്പോൾ അവൻ്റെ പ്രായം പരിഗണിക്കും. മാത്രമല്ല ഇതിനു മുമ്പ് അവൻ മോഷ്ടിച്ചിട്ടുണ്ടോ, മോഷണ ശ്രമം നടത്തിയിട്ടുണ്ടോ എന്ന് നോക്കിയപ്പോഴത്തേക്ക് അങ്ങനെ നടക്കത്തില്ല. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവനെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്, ഒരാളെ ട്രിഗർ, അതായത് കുറ്റം ചെയ്യിപ്പിക്കുന്നവരാണല്ലോ കുറ്റം ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ കുറ്റവാളികൾ. അപ്പം ആ രീതി വരുമ്പോഴത്തേക്ക് ആ രീതിയിലും കേസ് തള്ളിപ്പോകാനുള്ള നല്ല ചാൻസുകളുണ്ട് പറയും. എന്താണ് ഞാൻ കേസ് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കൊല ചെയ്യുന്നവർ അവരെ വെറുതെ വിടും, അവർ പ്രായം നോക്കി വെറുതെ വിടുമെന്ന് ചോദിക്കുക. അതുകൊണ്ട് ആ കേസ് വേറെ ഈ കേസ് വേറെ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ശരി, എന്താണെങ്കിലും കേസ് ഞാൻ പിൻവലിക്കത്തില്ല, കേസ് മുമ്പോട്ട് തന്നെ പോകും. എന്താണ് അവന് ശിക്ഷ കിട്ടൂല. ഉടനെ പറയാം, ഗുമസ്തൻ പറയും, ഇത് കേസ് പോയി കഴിഞ്ഞാൽ 2-3 മാസം അവന് ശിക്ഷ എടുത്തുള്ളൂ എന്ന് പറയും. 3 മാസമല്ലേ, 3 മാസമെങ്കിലും 3 മാസം മതി, അവൻ ശിക്ഷ അനുഭവിക്കുമല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് വക്കീൽ പറയാം, മാഡം ഒരു കാര്യം മനസ്സിലാക്കാം, നിങ്ങൾ ഈ കേസിൽ നിന്ന് പിന്മാറുവാണ് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ ഉണ്ടാകും. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഗുണം ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന കാര്യം എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഞാൻ ക്യാഷ് തരാം എന്ന് പറയും. ക്യാഷോ? അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവൻ്റെ ഭാവി രക്ഷപ്പെടുത്തിയതുപോലെ ആകും, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ സാമ്പത്തികം കിട്ടിയതാകും എന്ന് പറയുമ്പോഴത്തേക്കും ബാമ പറയുന്നുണ്ട്, എന്തിനാ ചന്ദ്രമതി സാറ് പറഞ്ഞ കേക്ക്, എന്തിനാ ചന്ദ്രമതി വാശി പിടിക്കുന്നത്? കാരണം അവൻ്റെ ഭാവി കളഞ്ഞിട്ട് നിനക്ക് എന്താ കിട്ടാനുള്ളത്, അവൻ്റെ കുടുംബം തകർത്തിട്ട് നിനക്ക് എന്നാ കിട്ടാനുള്ളത്, സാറ് പറയുന്ന കേക്ക് അനുസരിക്കുന്നു പറയുമ്പോഴത്തേക്ക് ചന്ദ്രമതി ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇന്നത്തെ വിശേഷങ്ങൾ നമ്മൾ കാണാൻ പറ്റുന്നത്. അതിനാൽ വ്യൂവേഴ്സ്, നിങ്ങളുടെ ഓരോരുത്തരെയും സപ്പോർട്ട് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ കാണണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.